Yeah, I loved it. Loved the experience of watching with everyone else. And எல்லாரும் சந்தோஷமா பார்த்தது எல்லாருமே கை தட்டுறது எனக்கு ரொம்ப சந்தோஷமாயிடுச்சு. Thank you. Thank you. Experience with Mamuka? Oh, I was extremely scary and nervous, but then hopefully I've done justice to it. எல்லாரும் பார்த்துட்டு எப்படி இருக்குன்னு சொல்லுங்க. How did you watch with the audience? Audience, yeah, I was actually expecting everybody to like laugh or like applaud. So that was happening. I just loved it watching with them. നല്ല പടം എല്ലാവരും നന്നായി അഭിനയിച്ച് നല്ലൊരു ട്വിസ്റ്റാണ്. എല്ലാവരും കണ്ടു തന്നെ തിയേറ്ററിൽ വന്ന് തന്നെ എല്ലാവരും കാണാം. താങ്ക് യു. റിസൾട്ടൊന്നും എനിക്കറിയില്ല. ഫസ്റ്റ് ഷോ കണ്ടിട്ട് ഇപ്പോൾ പുറത്ത് ഇറങ്ങാണ്. ഐ ഹാവ് ടു see. I'm happy I watched the film. That's all. To all the scenes തോന്നുന്നു എനിക്ക്. But let's see what it's like. First show. ഞാൻ പണ്ട് തൊട്ടേ ഗൗതം വാസുദേവൻ ഫാനാണ്. നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഗൗതം വാസുദേവൻ്റെ പടങ്ങളും സോങ്സും കണ്ടു വളർന്ന ഒരു ചൈൽഡ്ഹുഡാണല്ലോ. മമ്മൂക്കയുടെ ആണെങ്കിലും മമ്മൂക്ക ഗൗതംജി എന്നുള്ളൊരു കോമ്പിനേഷൻ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പടം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മളത് കാണണം എന്ന് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പക്ഷേ വലിയ പ്രമോഷനൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് തന്നെ നമ്മളൊട്ട് എക്സ്പെക്റ്റേഷൻ ഇല്ലാതാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ശരിക്കും നമ്മളെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. സീറോ എക്സ്പെക്റ്റേഷനിൽ വാച്ച് ചെയ്തുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കരമായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സീരിയസ് ഒരു ഇൻവെസ്റ്റിഗേഷൻ കഥ പറയുന്ന ഒരു മൂവി ആയിരിക്കും എന്ന്. പക്ഷേ ഗംഭീരമായിട്ട് മമ്മൂക്ക ഇതിനകത്ത് കോമഡി ചെയ്തിട്ടുണ്ട്. നമുക്ക് പണ്ടത്തെ മമ്മൂക്കയെ കാണാൻ പറ്റി. കാരണം ഈ അടുത്തിടയ്ക്ക് നോക്കുമ്പോൾ മമ്മൂക്ക ചെയ്തതെല്ലാം സീരിയസ് കഥാപാത്രങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് പഴയ മമ്മൂക്കയുടെ ഫണ്ണും എല്ലാം തിരിച്ചു വന്നതായിട്ട് തോന്നി. അപ്പോൾ കുറച്ച് നാളുകളിന് ശേഷം മമ്മൂക്കയുടെ കോമഡി കാണുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് അത് വർക്കായി. പിന്നെ പെട്ടെന്ന് സെക്കൻഡ് ഹാഫിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് കയറുകയും ഒരു ഗംഭീര ട്വിസ്റ്റും ക്ലൈമാക്സ് ഒക്കെ ശരിക്കും പൊളിച്ചു. തിയേറ്റർ മസ്റ്റ് വാച്ചാണ്. എനിക്ക് തോന്നുന്നു കാണുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുന്നത് ഒരു കോമഡി ക്രൈം ത്രില്ലർ പാറ്റേണിലുള്ള ഒരു മൂവിയായിട്ടാണ് അത്. പക്ഷേ ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. നല്ല മൂവി, അടിപൊളി മൂവി. കാരണം നമ്മുടെ ഗൗതം മേനോൻ സാറിൻ്റെ ഫസ്റ്റ് മലയാളം മൂവിയല്ലേ, നല്ല അടിപൊളി മൂവിയാണ്. എല്ലാവരും കാണുക. അതുപോലെ നാളെ എൻ്റെ മൂവി റിലീസാണ് ബെസ്റ്റി, അതും എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. കുഴപ്പമൊന്നുമില്ല. മമ്മൂക്കാറ ബിഗ് ബി അതുപോലെ ഷൈലൊക്കെ പോലത്തെ ഒന്നല്ല, അതിനെക്കാട്ടൊരു വെറൈറ്റി മൂഡ് പടം. ഇപ്പോൾ പിന്നെ ഡിറ്റക്റ്റീവിൻ്റെ ഒരു ക്രിമിനൽ ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ മമ്മൂക്കാറ കോമഡിയൊക്കെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ബിഗ് ബി പോലൊന്നല്ല, ഇതാണ് കാട്ടി മൂഡ് പക്ക. ഞാൻ മമ്മൂക്കാറ പക്ക വെറൈറ്റി പടം അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇക്കൊക്കെ കുറച്ച് ഇന്ന് കാണാനുണ്ട്. ഒരു മൂഡ് പടമല്ലേ, അല്ലാണ്ട് മറ്റേ ട്രിപ്പിൾ മാസം ഒന്നല്ല, ഒരു പക്ക മൂഡ് പടമാണ്, ഒരു ഡിറ്റക്റ്റീവ് പടമാണ്. നന്നായിട്ട് തന്നെ തീർന്നേക്കുന്നത്, എല്ലാ സംശയങ്ങളൊക്കെ തീർത്ത് തന്നെ ഇവിടെ തീർന്നേക്കുന്നത്. കുഴപ്പമില്ല. ജീവിയുടെ നല്ല ഡയറക്ടറാണ്, കുഴപ്പമില്ല. നല്ലൊരു വൺ ടൈപ്പ് വാച്ചബിൾ സിനിമ. ഗൂഗിൾ പക്ഷേ ഒരു മമ്മൂട്ടിയുടെ എക്സ്പെക്ടേഷൻസിലെ മമ്മൂട്ടിയുടെ അടുത്തൊന്നും ആരും വരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു പുള്ളിയുടെ എക്സ്പീരിയൻസ് വെച്ച് മമ്മൂട്ടി ഒപ്പറിനായിട്ടാണ് എനിക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരു പടത്തിനെന്തോ ഒരു സ്ലോ ബേസ് പോലെ നെഞ്ച് വിരിച്ച് പൊളിപ്പടം, വേറെ ലെവൽ പടം, ട്വിസ്റ്റ് പടമാണ്. സുരേഷ് ഗോപി കയറി വരുന്നുണ്ട്. മമ്മൂക്കയുടെ കൂടെ ഒരു പടം അടുത്ത സമയം നായകനാവാൻ സാധ്യതയുണ്ട്. അപ്പം പിന്നെ ഷൈൻ ടോജൊക്കെ കുറച്ച് അണ്ടർ റേറ്റഡ് ആയി പോയി. ഡയലോഗ് ഒന്നും കൊടുത്തിട്ടില്ല, നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. ഷൈനി ജോക്കയ്ക്ക് വേണ്ടത്ര അംഗീകാരം കൊടുത്തിട്ടില്ല. എന്നാലും പൊളിപ്പടമാണ്, വേറെ ലെവൽ ട്വിസ്റ്റ് പടമാണ്, മസ്റ്റ് വാച്ച് പടമാണ്. ഞെട്ടിച്ചു. ഫ്രണ്ട്സാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്, സൂരജ് ആൻഡ് നീരജ്. അപ്പോൾ ഓൾറെഡി ഞാനിത് കേട്ടിട്ടുള്ള കഥയാണ്. അപ്പം സ്ക്രീനിൽ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ കേട്ടറിഞ്ഞതിന് അതിനപ്പുറം ഒരു 10-20 ഇരട്ടി എന്ന് പറയാം. എല്ലാവരും മച്ച് വാസ്റ്റായിട്ട് കാണണം. എല്ലാവരും നന്നായിട്ടുണ്ട്. മമ്മൂട്ടിയെ ശരിക്കും പറഞ്ഞാൽ വേറൊരു രീതിയിൽ കണ്ടു, അതിൻ്റെതായ ഒരു സുഖമുണ്ട്. ശരി, മമ്മൂട്ടി മാത്രമല്ല, ഗൗതം മേനോൻ്റെ ഡയറക്ഷനും എല്ലാം, ഗോകുലും അതെ, അസലായിട്ടുണ്ട്. നല്ല പടം. അടിപൊളി, ബ്രില്യൻറ്റ്. ഗൗതം മേനൻ സ്റ്റൈലിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ മമ്മൂക്കയുടെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറൊക്കെയാണ്, പക്ഷെ നമ്മൾ ആദ്യം വളരെ ലൈറ്റായിട്ടിരുന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവസാനം വരെ മമ്മൂക്ക വളരെ എന്താ പറയുക, പ്ലീസിങ് ആയിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവായിട്ട് തന്നെയാണ്, അല്ലാതെ ഭയങ്കര സീരിയസ് അങ്ങനെയല്ല. പക്ഷേ സൂപ്പർ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മമ്മൂക്കയുടെ റോൾ അസലായിരുന്നു. കാര്യം നമുക്ക് എത്ര ചിരിച്ച് കളിച്ച് കാണുന്ന ഒരു
ഇൻവെസ്റ്റിഗേഷൻ. അപ്പം നല്ല രസമായിരുന്നു. ഗോകുലും ഹീറോയിനും ഒക്കെ നല്ലതായിരുന്നു. പിന്നെ എൻഡിൽ ക്ലൈമാക്സ് പറയുന്നില്ല, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ബ്രില്യൻറ്റ്. എല്ലാവരും വന്ന് കാണണം, തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. നമ്മളാരും എക്സ്പെക്ട് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ആണ്. പിന്നെന്താ പറയുക, മമ്മൂട്ടി ഒരു ഡിഫറെൻ്റ് അപ്രോച്ചാണ് ഈ ഒരു മൂവിക്ക് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റ് വാച്ച്. ഫസ്റ്റ് ഡേ തന്നെ കാണാൻ വന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനങ്ങനെ ഫസ്റ്റ് ഡേ പോയി മൂവി വാച്ച് ചെയ്യുന്ന ഒരാളല്ല, പക്ഷേ ഫസ്റ്റ് ഡേ ഈ മൂവി കാണാൻ വന്നു. കാരണം അതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ആക്ച്വലി നമ്മളുടെ ഒരു ഫ്രണ്ട്സാണ്. അപ്പം അവരുടെ ആ ഒരു സ്ക്രിപ്റ്റിംഗ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു സ്ക്രിപ്റ്റിലേക്ക് പിന്നെ വരുന്നത്. അപ്പം അത് നമുക്ക് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ടു, ഒരുപാട് സന്തോഷം. നല്ലൊരു കംബാക്കാണ് അവരും കൊടുത്തിരിക്കുന്നത്. മമ്മൂക്കയുടെ ഒരു അടിപൊളി പെർഫോമൻസ് ആണ് കാണാൻ പറ്റിയത്. താങ്ക് യു. എനിക്ക് ഗംഭീര സിനിമയല്ലേ ഡൊമിനിക്ക്, കാരണം ഗൗതം വാസുദേവൻ ചേട്ടൻ്റെ ഗംഭീര ഡയറക്ഷനാണ്. പിന്നെ മമ്മൂക്ക ഈ പ്രായത്തിൽ നല്ല രീതിയിൽ അഭിനയിക്കുന്നത് തന്നെ മമ്മൂക്കയ്ക്ക് കൈയടി കൊടുക്കണം. കാരണം അത്ര ടാലൻ്റ് ആയിട്ടുള്ള ആക്ടറാണ്. കാരണം മറ്റേ CBI ഡയർക്ക് ഇപ്പോൾ കുറഞ്ഞ ഒരുപാട് ഡിറ്റക്റ്റീവ് പടങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. കാരണം സുരേഷ് ഗോപിയുടെ പല ഡിറ്റക്റ്റീവ് പടങ്ങൾ പോലെ എനിക്ക് തോന്നി. കാരണം നല്ലൊരു വെറൈറ്റി സിനിമയാണ്. കാരണം ഇത് ആദ്യ അവസാനം വരെ ആകാംക്ഷ മുന്നിൽ നിർത്തി കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. ലാഗ് അനുഭവപ്പെടുന്നില്ല. കാരണം ഇതിൽ ഡാൻസ് ആണെങ്കിലും പാട്ടാണെങ്കിലും നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. കാരണം ഡാൻസ് കണ്ടപ്പോൾ എനിക്ക് തുറുപ്പൂലാനും താപ്പാനിലെ പോലെയുള്ള ഡാൻസ് സ്റ്റെപ്പൊക്കെ തോന്നി. കാരണം ചില ഡാൻസ് സ്റ്റെപ്പിൽ ദിലീപേണ്ട പിടിച്ച പോലെ തോന്നി. കുഴപ്പമില്ല, കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ്. ഈ പടം വേറെ ലെവലിലുള്ള ഒരു പടമാണ്. ഈ പടം കാണാതെ ഈ പടം കാണാതെ പറയുന്നവൻ വെറും ചെറ്റത്തരാന്ന് ഞാൻ മാത്രമേ പറയൂ. നല്ല സിനിമ. ഇപ്പോഴും ചെറുപ്പക്കാരെ പോലെ അഭിനയിക്കുന്ന മമ്മൂക്ക നമ്പർ 1 താരമാണ്. കാരണം ഉണ്ടല്ലോ നിറഞ്ഞാടിക്കുക. ഗൗതം സാറിന്റെ ഒരു നല്ലൊരു സിനിമയാണ് മലയാളത്തിൽ സംബന്ധിച്ച്. എന്നെ കണ്ട ഗോകുൽ എന്നെ ചെയ്തിട്ടുണ്ട്. സുരേഷ് ഗോപിക്കാട്ട് നല്ല ആക്ടറായിട്ട് തോന്നി. പിന്നെ മമ്മൂട്ടി അപ്ഡേറ്ററാണ്. ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസ് എന്നിട്ട് അറിയാം. ലാലേട്ടനെ അറിയുമെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവില്ല. ഇപ്പോഴത്തെ ഓഡിയൻസ്, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിന് പറ്റിയ പക്കാ പടമാണ്. ഇപ്പം പ്യുവർലി എൻ്റർടൈനറാണ്. കോമഡി ഫസ്റ്റ് ഹാഫിൽ നന്നായിട്ടുണ്ട്. കോമഡി ആക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ആൾക്കാർ പക്ഷേ നന്നായി ചെയ്തിട്ടുണ്ട്. സെൻറ്റിമെൻറ്റ്സ് ആവശ്യത്തിനുണ്ട്. ട്വിസ്റ്റ് ഉണ്ട് അവസാനം. ഒരു ക്ലീഷേ മൂവിയല്ല, ഒരു ഡിഫറെൻറ്റ് മൂവിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പറ്റിയ നല്ലൊരു മൂവി, നന്നായി ചെയ്തിട്ടുണ്ട്. ഡയറക്ഷൻ നോക്കുന്നതാണ്. ഗോകുൽ മമ്മൂട്ടിയുടെ കോമ്പിനേഷനാണ്. എല്ലാം കൂടി നല്ലൊരു എൻ്റർടൈനർ, പക്കാ എൻ്റർടൈനർ. മാസല്ല, ക്ലാസ്സാണ്. ഡൊമിനിക് ഗൗതം വാസുദേവൻ മേനോൻ എന്ന തമിഴ് സംവിധായകൻ്റെ മലയാളത്തിലെ ആദ്യത്തെ അരങ്ങേറ്റ ചിത്രം. മഹാനടൻ മമ്മൂക്കയുമൊത്ത് അദ്ദേഹം ചേർന്നപ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു അവതരണം, അതാണ് ആദ്യം എടുത്തു പറയേണ്ടത്. സാധാരണ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ നിന്നും ഒരു കോമഡിയുടെ പശ്ചാത്തലത്തിൽ കുടുംബവുമൊത്ത് കാണാൻ പറ്റിയ നല്ലൊരു അവതരണം. അതേപോലെ തന്നെ നായികയായിട്ട് ചെയ്തിരിക്കുന്ന ആ കഥാപാത്രവും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഗോകുൽ സുരേഷ്, ഒരുപാട് ആർട്ടിസ്റ്റുകൾ അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് തന്നെ നടത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു ചിത്രം ഒരു വെറൈറ്റി രീതിയിലുള്ള ഒരു അവതരണമാണ്. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ നിന്നും നമ്മൾ ഇരിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ നിന്നും ഒരു വ്യത്യസ്ത രീതിയിലുള്ള അവതരണമാണ്. നല്ലൊരു ചിത്രം തന്നെയായിരുന്നു ഡൊമിനിക്. നമസ്കാരം, എൻ്റെ പേര് ഹർഷിത. ഞാൻ ഡൊമിനിക്കിൽ ഒരു ക്യാമിയോ റോൾ ചെയ്തിട്ടുണ്ട് ആസ് ഗോകുൽ സ്പെയർ. ഈ രാത്രി എന്ന് പറഞ്ഞ സോങ്ങിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. എൻ്റെ സെക്കൻഡ് ടൈം വിത്ത് മമ്മൂക്ക. ഫസ്റ്റ് ടൈം പരോളായിരുന്നു ആസ് ഹിസ് ഡോട്ടർ. അപ്പം എനിവേ ഐ എം റിയലി എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ് ആൻഡ് ഐ റിയലി തിങ്ക് ഇറ്റ്സ് ഗോണ ബി എ ഹിറ്റ് മൂവി ഫോർ മമ്മൂട്ടി കമ്പനി. അപ്പോൾ എല്ലാവരും പോയി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഐ എം ഓൾസോ ആൻ ഇൻ്റർനാഷണൽ അവാർഡ് വിന്നർ ഫോർ ബെസ്റ്റ് ആക്ട്രസ്. അപ്പം റിയലി ഹോപ്പിംഗ് ടു ഗെറ്റ് മോർ ചാൻസസ് ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ഫോർ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും ബ്ലെസ്സിങ്സും എന്നും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദി മീഡിയ സപ്പോർട്ട് ഓൾസോ. താങ്ക് യു സോ മച്ച്. എനിക്ക് തോന്നുന്നു ഈ മാസത്തെ 4ാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ ഒരു സ്ലോ പേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നമ്മൾ ഈ ഷെർലക് മൂവീസൊക്കെ കണ്ടിരിക്കണ പോലെ കൂടുതൽ ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തപ്പോഴാണ് ഒരു മേക്കിംഗ്. മമ്മൂട്ടി ആൻഡ് എന്താ പറയുക, നമ്മുടെ ഗോകുൽ സുരേഷിൻ്റെ കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കോമഡി ഒക്കെ ആയിട്ടുള്ള ഒരു ഈസി ഗോ ലക്കി ആയിട്ടുള്ള ഒരു ഓഫീസർ, ആളുടെ ഒപ്പം വരുന്ന ഒരു അസിസ്റ്റൻറ്റ്. അന്ന് അതിനകത്ത് കുറച്ച് കോമഡീസ്, ഇവരെ പഴയകാല മൂവി റെഫറൻസിൽ ഡയലോഗൊക്കെ അതൊക്കെ അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ കുറച്ച് എന്താ പറയുക, ഒരു സ്ലോ പേസ്ഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. ക്ലൈമാക്സ് ട്വിസ്റ്റ് അത്യാവശ്യം കൊള്ളായിരുന്നു. ആ ഒരു പോയിന്റിൽ പടം അത്യാവശ്യം തന്നെ ഹൈ ആവുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഒരു പടത്തിനപ്പോഴൊരു സീരിയസ്നെസ്സിനെക്കാട്ടും കൂടുതൽ ചെറിയൊരു കോമഡി വൈബ് ഫീൽ ചെയ്തിരുന്നു. അതായത് ഈ പറഞ്ഞ ഒരു ലേസി ഗോ ഓഫീസറായ ആൾ, ഹാപ്പി ഗോ ലക്കി ഓഫീസറായ ആൾ
ആളെങ്ങനെ ഒരു പക്ഷേ എന്നാൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾ അങ്ങനെ ചെയ്യുന്നുള്ളൂ. ഗൗതം വാസുദേവൻ ആൻഡ് മമ്മൂട്ടി ഫസ്റ്റ് ടൈം കോമ്പിനേഷനാണ്. സോ ഗൗതം വാസുദേവൻ്റെ ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭയങ്കര റഷ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസ് ഒക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സ്ലോ പേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റ് ചെയ്തത് ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ ഇഷ്ടപ്പെടും. എനിക്ക് ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തായിരുന്നു. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ മൂവി. ക്ലൈമാക്സ് അത്യാവശ്യം കൊള്ളായിരുന്നു. മമ്മൂക്ക ഗൂഗിൾ കോംബോ ഒക്കെ നന്നായിട്ട് വർക്കായിട്ടുണ്ട്. നല്ല മൂവി. ട്വിസ്റ്റ് എന്താ ആണ് കണ്ടിരിക്കാം. മസ്റ്റ് വാച്ച് മൂവിയാണ്. മസ്റ്റ് വാച്ച്.